മിക്കവർക്കും ഇഷ്ടപ്പെട്ട പരിപാടിയല്ലേ ഈ മീൻ പിടിക്കാൻ പോകണതൊക്കെ. വല്ലപ്പോഴും നമുക്ക് അവധി കിട്ടുന്ന ദിവസങ്ങളിലൊക്കെ അല്ലേ ഇത് നടക്കത്തുള്ളൂ. അങ്ങനെ ഒരു അവധി കിട്ടിയ ദിവസം ഞാനും വിശേഷനും അമ്മയും കൂടെ മീൻ പിടിക്കാൻ പോയ വീഡിയോ ആണ് കേട്ടോ ഇതിൻ്റെ ഷോർട്സ് നമ്മൾ ഓൾറെഡി നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തു. അന്നേരമാണ് എനിക്ക് മനസ്സിലായത് എല്ലാവർക്കും ഇങ്ങനെ മീൻ പിടിക്കാൻ പോകുന്ന വീഡിയോസൊക്കെ കാണുന്നത് ഭയങ്കര ഇഷ്ടമാണ്. ഇത് നമ്മുടെ മഴയൊക്കെ ഒന്ന് ശരിക്കും അങ്ങോട്ട് ശക്തിയാവുന്നതിന് മുന്നെടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതേ വൈകുന്നേരമാണ് നമ്മൾ ഇറങ്ങിയത്. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെ കായലിൻ്റെ ഒരു കൈവഴി പുഴയുണ്ട്. അപ്പം അവിടെ ഇഷ്ടംപോലെ മീനും ഉണ്ട്. ചില സമയത്ത് കിട്ടും, ചില സമയത്ത് കിട്ടില്ല, ഡിപ്പെൻസ് ആണ് കേട്ടോ. പക്ഷെ നമ്മൾ പോയ ദിവസം നല്ലോണം മീൻ കിട്ടുന്ന ഒരു ദിവസമായിരുന്നു. അമ്മയ്ക്കും വിശേഷനും മാത്രമാണ് ചൂണ്ടയിൽ ഇങ്ങനെ ഇരയിട്ട് മീൻ പിടിക്കാനൊക്കെ ഉള്ളൊരു വശമുള്ളത്. ഞാൻ എപ്പോൾ ചൂണ്ട പിടിച്ച് നിന്നാലും എനിക്കൊന്നും കിട്ടാറില്ല. അത് ഓരോ മരുങ്ങാണല്ലോ, അപ്പോൾ അത് കിട്ടത്തില്ല. വിശേഷന് ആദ്യം കുഞ്ഞ് നമ്മുടെ കരിമീൻ്റെ പള്ളത്തി എന്ന് പറയത്തില്ലേ, അതായിരുന്നു കിട്ടിയിരുന്നത്. പക്ഷേ അത്യാവശ്യം നല്ല ഒരു സമയമാണ്. ഈ ചൂണ്ടയൊക്കെ ഇടുന്നതിന് മീൻ കിട്ടുന്നതിന് എന്തോ തക്കം അങ്ങനെയൊക്കെ എന്തോ സംഭവമൊക്കെ ഉണ്ട്. എനിക്കിതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊന്നും പറയാൻ അറിയത്തില്ലെങ്കിലും ഇവർക്ക് രണ്ടുപേർക്കും ഏകദേശം എന്തെങ്കിലുമൊക്കെ അറിയാം. നമ്മളിതിന് തീറ്റ ഉണ്ടാക്കിയത് മൈദ ഉണ്ടല്ലോ, മൈദ, അതൊക്കെ വെച്ചിട്ടാണ്. ഈ തീറ്റ ഇട്ട് കഴിഞ്ഞാൽ പൊതുവേ മീൻ കിട്ടുന്നതായിട്ടാണ് എനിക്ക് കാണാറ്. വേറെ എന്തിട്ടാലും വീട്ടിൽ കൂടുതലും ഈ ഒരു തീറ്റ ഇടുമ്പോഴത്തേക്കുമാണ് മെയിനായിട്ട് കൂടുതൽ മീൻ കിട്ടാറ്. അതിങ്ങനെ കുഞ്ഞുണ്ടയാക്കിയ കൊളുത്തിൽ കൊരുത്തിട്ടാണ് ഇടുന്നത്. പിന്നെ ഈ നമ്മുടെ ചൂണ്ടയുടെ കൊളുത്തുണ്ടല്ലോ, അതിന് പള്ളത്തി കൊളുത്തെന്നോ അങ്ങനെ എന്തോ പറയുന്നത് വെച്ചാൽ ഇത് കുഞ്ഞു കൊളുത്താണ്. പക്ഷേ വലിയ മീനും കിട്ടും. അവസാനം ഞങ്ങളിങ്ങനെ മീൻ പിടിച്ച് വിശേഷൻ്റെ കയ്യിൽ നിന്ന് ചൂണ്ട അമ്മ എടുത്തു. വിശേഷനേക്കാളും നല്ല എക്സ്പേർട്ട് ചൂണ്ടയിടാൻ അമ്മയാണ്. പക്ഷേ ഇത്തവണ ആദ്യം വിശേഷൻ ഇട്ടുകൊണ്ട് ചൂണ്ട അമ്മയ്ക്ക് കിട്ടിയില്ലായിരുന്നു. അങ്ങനെ അമ്മയും മോനും കൂടെ ഞാനിടാം എന്നുള്ള തർക്കമൊക്കെ ആയിട്ട് പിന്നെ അമ്മ അവിടെ ചൂണ്ടയിട്ടു. ഞങ്ങളത് ആ തീറ്റയായിട്ട് മാമൻ്റെ വീട്ടിലേക്ക് പോവുക. മാമൻ്റെ വീടിൻ്റെ സൈഡിൽ തന്നെ കായലാണ്. നമ്മുടെ വീടിൻ്റെ കുറച്ച് റോഡൊക്കെ കഴിഞ്ഞിട്ടാണ് കായൽ. അപ്പം വീടിൻ്റെ സൈഡിൽ വള്ളമൊക്കെ കെട്ടിയിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതേ അമ്മ കണ്ടോ, അവിടെ നിന്ന് അമ്മ ചൂണ്ടിയിടുന്നു, നമ്മൾ ഇവിടുന്ന് ചൂണ്ടിയിടുന്നു. ഞാൻ വിശേഷൻ്റെ കൂടെ ഇങ്ങോട്ട് വീഡിയോ എടുക്കാനായിട്ട് പോരുകയും ചെയ്തു. ഇവിടെ പക്ഷേ അടിപൊളിയായിരുന്നു കേട്ടോ. അവിടത്തേക്കാളും അടിപൊളിയായിട്ട് മീൻ കിട്ടിയത് ഇവിടെയാണ്. വിശേഷൻ്റെയൊക്കെ കൈപ്പത്തിയുടെ അത്രയും വലിപ്പമുള്ളൊരു മീൻ ഇവിടുന്ന് കിട്ടിയായിരുന്നു. ഞാൻ കാണിച്ചു തരാം. ഇവിടുന്ന് അത്യാവശ്യം മുഴുത്ത മീനാണ് നമുക്ക് കിട്ടിയത്. ഇത് കരിമീനാണേ, നല്ല ടേസ്റ്റാണ്. ഞാൻ അങ്ങനെ ഒരു മീൻ ഫാൻ അല്ല, പക്ഷേ ഇങ്ങനെ പിടിച്ചിട്ട് കറി വയ്ക്കുന്നതാണേലും വറുക്കുന്ന മീനാണെങ്കിലും എനിക്കിഷ്ടമാണ്, ഞാൻ കഴിക്കും. അല്ലാത്ത മീൻ കറി വെച്ചൊന്നും ഞാൻ പൊതുവെ അങ്ങനെ കഴിക്കാറില്ല. കുഞ്ഞിലെ ഞാനങ്ങനെ കഴിച്ച് ശീലിച്ചിട്ടില്ലാത്തതുകൊണ്ടാണ്. പക്ഷേ ഈ മീൻ അടിപൊളിയായിരുന്നു കേട്ടോ. ഫ്രഷായിട്ട് പിടിച്ച് വയ്ക്കുന്നതുകൊണ്ട് അതിൻ്റെ ഒരു ടേസ്റ്റ് ഉണ്ടാവും. ഇത് കണ്ടോ, ഇത് കിടന്ന് ചാടുക. എനിക്കിനെ എടുത്തിടാൻ പേടിയായതുകൊണ്ട് അത് മാമനാണ് എടുത്തിട്ട് തന്നത്. എനിക്ക് പേടിക്കേണ്ട ആവശ്യമില്ല ആക്ച്വലി. പക്ഷേ ഇത് നമ്മൾ പിടിക്കുന്ന സമയത്ത് ഇത് കിടന്നിങ്ങനെ ചാടുമല്ലോ, അപ്പോൾ എനിക്കെന്തോ പേടിയാണ്. അങ്ങനെ ഇത്രയും വലിയ മീനും നമുക്ക് ഇവിടുന്ന് കിട്ടി. 2 വലുതും പിന്നെ 2 ഇടത്തരവും. ഇത് ഇവിടുന്ന് കിട്ടിയതാണ് മാമൻ്റെയൊക്കെ കടവിൽ നിന്ന്. പിന്നെ ഞങ്ങൾ വിശേഷന് അതൊരു കവറിലൊക്കെ ആക്കി ഞങ്ങൾ വീട്ടിലോട്ട് പോവുകയാണ്. വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞ് അമ്മയ്ക്കും വിശേഷനും കൂടെ കിട്ടിയതെടുത്ത് നോക്കിയപ്പോഴത്തേക്കും കുറേ ഉണ്ടായിരുന്നു. അതൊരു ബക്കറ്റിൽ നിന്ന് കൊട്ടയിലേക്ക് കാണിക്കാനുള്ള എളുപ്പത്തിന് എടുത്തിട്ടെന്നേ ഉള്ളൂ കേട്ടോ. കണ്ടോ, അതിൽ ഏറ്റവും വലുതിനെ കണ്ടോ, ഇത് നമുക്ക് അപ്പുറത്തെ കടവിൽ പോയപ്പോൾ കിട്ടിയതാണ്. വിശേഷൻ്റെ കയ്യിലിപ്പോൾ വെച്ച് കാണിക്കുവേ, കണ്ടോ, ഏകദേശം ഈ ഒരു വലിപ്പം ഉണ്ടായിരുന്നു. ആ കൈപ്പത്തിയുടെ അത്രയും തന്നെ വലിപ്പം ഉണ്ടായിരുന്നു ആ മീനിന്. നല്ല അടിപൊളി മീനാണ്. ഈ മീൻ നമ്മൾ ചന്തയിൽ പോയി വാങ്ങിക്കുമ്പോഴത്തേക്കും എന്ത് വിലയല്ലേ. അപ്പോൾ വല്ലപ്പോഴൊക്കെ ഇങ്ങനെ ഇട്ട് മീൻ കിട്ടുന്നത് ഭയങ്കര നല്ലതാണ്. അപ്പം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട വീഡിയോ എന്ന് ഞാൻ വിശ്വസിക്കുന്നു. കൂടെ നിന്ന് സപ്പോർട്ട് ചെയ്യണം, ഇത്രയും നാൾ ചെയ്ത പോലെ. ഓക്കെ, താങ്ക്